നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. അനിതര സാധാരണമായ വീര്യവും നിശ്ചയദാർഢ്യവും ലക്ഷ്യബോധവുമുള്ള ഒരു സമരമാണ് കഴിഞ്ഞ 6 മാസമായി എറണാകുളം ജില്ലയിലെ മുനമ്പത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മുനമ്പം കടപ്പുറത്ത് കത്തോലിക്ക സഭയുടെ കോട്ടപ്പുറം രൂപതയിൽ ഉൾപ്പെടുന്ന പരിശുദ്ധ മാതാവിന്റെ നാമത്തിലുള്ള വേളാങ്കണ്ണി പള്ളിക്ക് സമീപത്ത് കെട്ടി ഉയർത്തിയ പന്തലിൽ ഊണും ഉറക്കവും ഒഴിച്ച് ഊഴമിട്ട് നിരാഹാരമിരിക്കുന്ന 610 കുടുംബങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം തങ്ങൾ വില കൊടുത്തു വാങ്ങിച്ച ഭൂമിയിൽ ഈ ആയുസ് തീരുന്നതുവരെ സമാധാനമായിട്ട് കിടന്നുറങ്ങണമെന്നും അത് സ്വതന്ത്രമായി തന്നെ തങ്ങളുടെ തലമുറകൾക്ക് കൈമാറണമെന്നും ഉള്ളത് ആയിരുന്നു. എന്നാൽ കഴിഞ്ഞ 4 തലമുറകളായി സ്വസ്ഥമായി ഈ ഭൂമിയിൽ താമസിച്ച ഈ മുനമ്പം നിവാസികൾ ഒരു സുപ്രഭാതത്തിൽ ഭൂമിക്ക് കരം കെട്ടാൻ വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോഴാണ് തങ്ങൾ പാർക്കുന്ന ഭൂമി വഖഫിൻ്റെതാണ് എന്നും താമസം വിന തങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വരുമെന്നുമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ അവരറിയുന്നത്. സ്വാഭാവികമായും അതെങ്ങനെ സംഭവിച്ചു എന്നും തങ്ങൾ കരമടച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ ഇത്തരത്തിൽ അധിനിവേശം നടത്താൻ വഖഫ് ബോർഡിന് എങ്ങനെ അധികാരം ലഭിച്ചു എന്നുമുള്ള ചോദ്യങ്ങളാണ് അവിടെ ഉയരുന്നത്. അതിനുള്ള ഉത്തരം തേടിയപ്പോഴാണ് ഇന്ത്യയിൽ നിലവിലിരിക്കുന്ന വഖഫ് ആക്ടിൽ 1995-ലും 2013-ലും കേന്ദ്രം ഭരിച്ച കോൺഗ്രസ് സർക്കാരുകൾ വഖഫ് ബോർഡിന് അനുകൂലമായി വരുത്തിയ കിരാതമായ ഭേദഗതികളെ കുറിച്ച് ഈ നാടൊട്ടുക്കും അറിയുന്നത്. മുനമ്പത്തെ പാവങ്ങൾക്ക് വേണ്ടി വഖഫ് ആക്ട് എടുത്ത് പരിശോധിച്ചവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. മതിയായ ഒരു രേഖയുമില്ലാതെ വെർബൽ എഗ്രിമെന്റിലൂടെ, അതായത് വാക്കാലുള്ള ഉടമ്പടിയിലൂടെ ഒരു പ്രോപ്പർട്ടിയെ വഖഫാക്കി മാറ്റാമെന്ന് സെക്ഷൻ 3A-യിലും ഏതൊരു വ്യക്തിക്കും ഏതൊരു പ്രോപ്പർട്ടിയെയും വഖഫാക്കി മാറ്റാമെന്ന് സെക്ഷൻ 3R-ലും രേഖപ്പെടുത്തിക്കൊണ്ടാണ് കോൺഗ്രസ് സർക്കാർ വഖഫ് ഭേദഗതികൾ വരുത്തിയതെന്ന് അറിഞ്ഞ് മുനമ്പം നിവാസികൾ നടുങ്ങി തരിച്ചു പോവുകയായിരുന്നു. മുനമ്പം നിവാസികൾ മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്തിലെ എല്ലാ മനുഷ്യരും അത്തരത്തിലുള്ള ഒരു ഭീതിയിലൂടെ കടന്നുപോയി. ഇത്തരം അന്യായങ്ങൾക്കെതിരെ വഖഫിന്റെ സ്വന്തം ട്രibunalലല്ലാതെ പരമോന്നത നീതിന്യായ കോടതിയിൽ പോലും ഇടപെടാൻ ആകില്ലെന്നും ഭേദഗതികൾ വ്യക്തമാക്കിയിരുന്നു. വഖഫിന്റെ ആദ്യകാലത്ത് 1954-ലെ നിയമത്തിൽ വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ തീരുമാനമെടുക്കാൻ സിവിൽ കോടതികൾക്ക് അധികാരമുണ്ടായിരുന്നു. 1995-ലെ നിയമത്തിൽ വഖഫ് ട്രിബ്യൂണലുകളിലേക്ക് അധികാരം കൈമാറുന്ന രീതി നിലവിൽ വന്നു. 2012-ൽ ട്രിബ്യൂണലുകളുടെ അധികാരങ്ങൾ വികസിപ്പിക്കുകയും കൂടിയാൽ കുടിയൊഴിപ്പിക്കൽ തർക്കങ്ങളും മറ്റ് അനുബന്ധ പ്രശ്നങ്ങളും ഉൾപ്പെടുത്തുകയുമായിരുന്നു. വഖഫിന്റെ ആദ്യകാലത്ത് 1954-ലെ നിയമത്തിൽ വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ തീരുമാനമെടുക്കാൻ സിവിൽ കോടതികൾക്ക് അധികാരമുണ്ടായിരുന്നു. 1995-ലെ നിയമത്തിൽ വഖഫ് ട്രിബ്യൂണലുകളിലേക്ക് അധികാരം കൈമാറുന്ന രീതി നിലവിൽ വരികയായിരുന്നു. 2012-ൽ ട്രിബ്യൂണലുകളുടെ അധികാരങ്ങൾ വികസിപ്പിക്കുകയും കുടിയൊഴിപ്പിക്കൽ തർക്കങ്ങളും മറ്റ് അനുബന്ധ പ്രശ്നങ്ങളും ഉൾപ്പെടുത്തുകയുമാണ് ഉണ്ടായത്. ലഭ്യമായ കണക്കനുസരിച്ച് നോക്കിയാൽ ഈ നിയമം അനുസരിച്ച് ഇക്കാലം അത്രയും ഇന്ത്യയിൽ ആകമാനവും കേന്ദ്രഭരണ പ്രദേശത്തുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 32 വഖഫ് ബോർഡുകളുടെ അധീനതയിൽ 8.7 ലക്ഷം പ്രോപ്പർട്ടിയും 9.4 ലക്ഷം ഏക്കർ ഭൂമിയും ഇതെല്ലാം കൂടി 3.2 ലക്ഷം കോടി രൂപയുടെ ആസ്തിയും കണക്കാക്കപ്പെട്ടിരിക്കുന്നു. വഖഫ് ബോർഡാണ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭേദഗതിയിൽ കടിച്ചു തൂങ്ങി പാവങ്ങളുടെ കൂര പൊളിക്കാൻ വെറിപൂണ്ട് ഇറങ്ങിയിരിക്കുന്നത് എന്ന് മുനമ്പം ജനതയ്ക്ക് അങ്ങനെ മനസ്സിലാവുകയായിരുന്നു. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിക്ക് സമീപമുള്ള 18 ഹൈന്ദവ ഭൂരിപക്ഷ ഗ്രാമങ്ങളിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു എന്നാണ് ദ ഹിന്ദു അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഈ പ്രോപ്പർട്ടിയുടെ രേഖകൾ സഹിതം അന്ന് വഖഫ് ബോർഡ് രജിസ്ട്രേഷൻ വകുപ്പിന് കത്ത് നൽകിയതോടെയാണ് അവിടെ താമസിച്ച ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ അട്ടിമറിക്കപ്പെട്ടത്. അന്ന് വഖഫ് അധിനിവേശത്തോടെ പ്രതിസന്ധിയിലായ കൂട്ടത്തിൽ 1500 വർഷങ്ങൾ പഴക്കമുള്ള തിരുച്ചെന്തുറൈ ചന്ദ്രശേഖര സ്വാമി ക്ഷേത്രവും ഉൾപ്പെട്ടിരുന്നു എന്നുള്ളതാണ് വാസ്തവം. തമിഴ്നാട്ടിലെ മറ്റ് 17ഓളം ഗ്രാമങ്ങളിലും ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഉത്തർപ്രദേശിലും വഖഫിന്റെ അധിനിവേശങ്ങളും അവകാശവാദങ്ങളും അതിശക്തമായിരുന്നു. അവിടെ യോഗി ആദിത്യനാഥ് ശക്തമായ നിയമ നടപടികൾ കൊണ്ടുവരികയും കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തങ്ങളുടെ സ്വത്തുക്കളിന്മേൽ തങ്ങൾക്കുള്ള റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടണമെന്നതിനപ്പുറത്ത് ഇന്ത്യയിലെ ജനസാമാന്യങ്ങളുടെ തലയ്ക്ക് മുകളിൽ മൂർച്ചയുള്ള ഈർച്ചവാളായി തൂങ്ങിക്കിടക്കുന്ന വഖഫ് നിയമത്തെ ഭേദഗതി ചെയ്ത് പുതിയ നിയമം അവതരിപ്പിക്കണമെന്ന ആവശ്യം മുൻനിർത്തി സമരം ചെയ്തത് മുനമ്പത്തെ ജനങ്ങളാണ്. ആ സമരത്തിന്റെ ഓരോ ഘട്ടത്തിലും കേരളത്തിലെ ഇടതുവലത് രാഷ്ട്രീയക്കാർ അവരുടെ ശ്രദ്ധ തിരിക്കേണ്ടതിന്
പരിഷ്കാരങ്ങളുടെയും പുരസ്കാരങ്ങളുടെയും പുതുപുത്തൻ വായ്ത്താരികളുമായി രംഗത്തിറങ്ങുകയുണ്ടായി. അതെല്ലാം നമ്മളെല്ലാവരും ഇക്കഴിഞ്ഞ കാലങ്ങളിൽ കണ്ട് അങ്ങ് അടങ്ങിയതാണ്. അപ്പോഴൊക്കെ വഖഫ് ഭേദഗതി നിയമം എന്ന ഒറ്റ ആവശ്യത്തിൽ മുനമ്പത്തെ ജനങ്ങൾ കട്ടയ്ക്ക് ഉറച്ചു നിൽക്കുകയായിരുന്നു. അങ്ങനെ തന്നെയാണ് വഖഫ് നിയമ ഭേദഗതി പാർലമെന്ററി സമിതിയും ലോകസഭയും രാജ്യസഭയും ഒന്നുപോലെ പാസാക്കി അങ്ങ് നിയമമാക്കിയത്. വഖഫ് ഭേദഗതി നിയമമാകുന്നതോടെ മുനമ്പത്തെ ജനങ്ങൾ സമരം അവസാനിപ്പിക്കുമെന്നാണ് ചിലർ കരുതിയത്. എന്നാൽ തങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായി സ്ഥാപിച്ച് കിട്ടുന്നതുവരെ തങ്ങൾ സമരത്തിൽ തുടരുമെന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഏതൊരു പദ്ധതികളെയും അതിന്റെ മെറിറ്റ് പരിശോധിക്കാതെ എതിർക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന കേരളത്തിലെ സർക്കാർ വഖഫ് വിഷയത്തിൽ ഇന്നുവരെ കൈക്കൊണ്ടിട്ടുള്ളത് കൃത്യമായ ഒരു മെല്ലപ്പോക്ക് നയം തന്നെയായിരുന്നു. എന്നാൽ പുതിയ വഖഫ് ചട്ടങ്ങൾ പുറപ്പെടുവിക്കാനും അതനുസരിച്ച് മുനമ്പം ജനതയുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കൊടുക്കുവാനും പുതിയ നിയമമനുസരിച്ച് പുതിയ വഖഫ് ബോർഡിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുവാനും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. എന്നാൽ അതെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് ഈ ഭേദഗതി നിയമം കൊണ്ടൊന്നും മുനമ്പത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല എന്നും ബില്ലിന് മുൻകാല പ്രാബല്യമില്ല എന്നും മുനമ്പത്ത് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യൻ പ്രേമനാടകമാണ് എന്നും അതിലെ ഒരു എപ്പിസോഡ് മാത്രമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വരികയായിരുന്നു. വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട നിയമവശങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ നിലപാട് ഇത്തരം കാര്യങ്ങളിൽ നേരത്തെ മുതലേ വ്യക്തതയുള്ളതാണ്. ഇവിടെ വഖഫ് ഭേദഗതി ബിൽ പാസ്സായപ്പോൾ നമ്മുടെ മുനമ്പം പ്രശ്നത്തിന് പരിഹാരമാവും എന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു വലിയ ശ്രമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആസൂത്രിതമായി സാമുദായിക സംഘർഷത്തിന് തീക്കോരിയിടാനുള്ള ശ്രമമാണ് ചിലർ നടത്തുന്നത്. മുനമ്പത്തെ വിഷയം ന്യായമായതാണ്, എന്നാൽ അതേസമയം സങ്കീർണവുമാണ്. വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നവരുണ്ട്. അവരുടെ നിയമപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത്. അതിൽ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അതിൻ്റെ പ്രതിവിധിക്കായി എന്ത് ചെയ്യണം, ഇതാണ് സർക്കാർ ഗൗരവമായി ആലോചിച്ചത്. അതിൻ്റെ ഭാഗമായാണ് അതുമായി ആ കാര്യങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി കമ്മീഷനെ സർക്കാർ നിയോഗിച്ചത്. ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ വിധി എതിരായെങ്കിലും ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് വിധി വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിധി മുനമ്പം കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമില്ല എന്നതാണ്. അപ്പോൾ അതുവഴി പ്രശ്നപരിഹാരവും സാധ്യമാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വഖഫ് നിയമ ഭേദഗതി നിയമം വന്നതുകൊണ്ട് അവിടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുന്നില്ല എന്നാണ് കാണേണ്ടത്. ഇപ്പോൾ ബില്ല് അവതരിപ്പിച്ച മന്ത്രി തന്നെ ഇതിന് മുൻകാല പ്രാബല്യമില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പാസ്സായ ബില്ലിലെ ഏത് ക്ലോസാണ് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കുന്നത് എന്നത് ഈ വാദഗതി ഉയർത്തുന്നവരൊന്നും വ്യക്തമാക്കുന്നില്ല. പുകമറ സൃഷ്ടിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടം വല്ലതും കിട്ടുമോ എന്നാണ് BJP ശ്രമിക്കുന്നത്. ഇക്കാര്യം മുനമ്പം നിവാസികൾക്ക് തന്നെ ബോധ്യപ്പെടും. ഇടതു വലത് കക്ഷികളുടെ താല്പര്യത്തിന് വിരുദ്ധമായ വഖഫ് ഭേദഗതി നിയമം പാസ്സായതോടെ ഇച്ഛാഭംഗത്തിലായ ഇവർ ശക്തമായ തെറ്റിദ്ധരിപ്പിക്കലും ഭയപ്പെടുത്തലുമായി ഇറങ്ങിയിരിക്കുകയാണ്. മുനമ്പത്തെ ജനങ്ങൾക്ക് ഒരിക്കലും നീതി ലഭിക്കില്ല എന്നും തങ്ങളുടേതെന്ന് അവരവകാശപ്പെടുന്ന ഭൂമിയിൽ നിന്ന് അധികം താമസിക്കാതെ അവർ ഇറങ്ങിപ്പോകേണ്ടി വരുമെന്നും ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന ബില്ലിന് മുൻകാല പ്രാബല്യമില്ലാത്തതിനാൽ മുനമ്പം ജനതയുടെ ഭൂമി നഷ്ടപ്പെടുമെന്നും മുനമ്പത്തുകാർ MP ആക്കിയ ഹൈബി ഈഡൻ അടക്കമുള്ള കോൺഗ്രസുകാരും അവരുടെ ഘടകകക്ഷികളും ശക്തമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സഭയിൽ നിന്ന് പുറത്താക്കിയ ചിലരെ കൂലിക്കിരുത്തിക്കൊണ്ടും ഇത്തരം പ്രചാരണങ്ങൾ ഈ കൂട്ടങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. ബില്ലിന് മുൻകാല പ്രാബല്യമില്ല, മുനമ്പംകാർ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വരും എന്ന ആദ്യത്തെ പേടിപ്പിക്കലിന് ശേഷം ഇവർ പുറത്തെടുക്കുന്ന അടുത്ത നമ്പറാണ് നോർത്ത് ഇന്ത്യയിലെ ക്രൈസ്തവ വേട്ട. നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന പ്രശ്നങ്ങളെ മുന്നിൽ നിർത്തി ഇവരുടെ വഖഫ് ചതികളെ മറച്ചു പിടിക്കാനുള്ള തത്രപ്പാടുകളാണ് ഇപ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
നിർഭാഗ്യവശാൽ അതുതന്നെയാണ് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയും നടത്തിയത്, പറഞ്ഞത്. എല്ലാത്തിൻ്റെയും കൺക്ലൂഷനായിട്ട് BJP മുനമ്പത്ത് നടത്തുന്നത് ക്രൈസ്തവ പ്രേമ നാടകമാണെന്ന വാൽകഷ്ണവും സത്യത്തിൽ മുനമ്പം ജനതയുടെ നിശ്ചയദാർഢ്യത്തോടെയുള്ള സഹന സമരത്തിന്റെ പിന്നിൽ നിന്ന് കുത്താനും സമരത്തെ അലസിപ്പിച്ച് ഇല്ലാതാക്കുവാനുമാണ് ഞങ്ങൾ മുനമ്പംകാർക്ക് ഒപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഇടതരും വലതരും മുനമ്പം പ്രേമ നാടകം കളിക്കുന്ന സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ കാലങ്ങളിലും. ഇപ്പോൾ അവരുടെ കൂടെ നിൽക്കാനും പിന്തുണയ്ക്കാനും ആരാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് മുനമ്പംകാർ തന്നെ പറയട്ടെ. ഏതായാലും ഇന്ത്യയിൽ പ്രാബല്യത്തിലായ പുതിയ വഖഫ് നിയമത്തിനെതിരെ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ പോകുന്നു എന്ന് അറിഞ്ഞതോടെ രണ്ടാമതൊന്നും ആലോചിക്കാതെ കോൺഗ്രസും അവർക്കൊപ്പം കൂടിയിരിക്കുകയാണ്. പിന്നെ SDPIയും CPIയും എല്ലാം അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്തിറങ്ങി. കോൺഗ്രസും ലീഗും ചിന്തിക്കുന്നത് മനു അഭിഷേക് സിംഗ്വി, കപിൽ സിബൽ തുടങ്ങിയ കോൺഗ്രസുകാരും പ്രഗത്ഭരുമായ വക്കീലന്മാരെ തന്നെ കളത്തിലിറക്കി വഖഫ് നിയമത്തെ അട്ടിമറിക്കാനുള്ള നീക്കം നടത്താം എന്ന് ആയിരിക്കും. ഏതായാലും കോൺഗ്രസുകാരുടെ ഒരു ജൽപ്പനങ്ങളും ഇനി മുനമ്പത്ത് വിലപ്പോകില്ലെന്ന് മാത്രമല്ല, കോൺഗ്രസുകാരെ ആരെയും മുനമ്പം സമരപന്തലിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്നും മുനമ്പം സമരക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് ഓർത്തിരുന്നാൽ നല്ലത്. കാലങ്ങളായി തങ്ങൾ വിശ്വസിക്കുകയും വോട്ട് ചെയ്ത് നിലനിർത്തുകയും ചെയ്ത കോൺഗ്രസ് പാർട്ടി 30% പോകുന്ന വോട്ട് ബാങ്കിന് വേണ്ടി സഭാപിതാക്കന്മാരുടെ വാക്കിന് പുല്ലുവില പോലും കൽപ്പിക്കാതെ തള്ളിക്കളഞ്ഞു എന്നും മുനമ്പത്തെ 610 കുടുംബങ്ങളെ ലോകസഭയിൽ ഒറ്റിക്കൊടുത്തു എന്നും ആ ക്രൂരത ചെയ്ത കോൺഗ്രസ് MPമാരും അതിന് കൂട്ടുനിന്ന കോൺഗ്രസ് നേതാക്കന്മാരും ഇനി മുനമ്പത്തെ സമരപന്തലിൽ പ്രവേശിക്കരുത് എന്ന് തന്നെയാണ് അവർ കർശനമായി പ്രസ്താവിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ മുനമ്പം ഭൂമി വിഷയം ഉന്നയിച്ചുകൊണ്ട് കോഴിക്കോട് വഖഫ് ട്രിബ്യൂണൽ കൂടിയപ്പോൾ മുനമ്പത്തെ ഭൂമി വഖഫിൻ്റെതല്ല എന്ന് വ്യക്തമാക്കുന്ന നിലപാടുകളുമായി ഫറൂഖ് കോളേജിന് ഭൂമി ദാനം ചെയ്ത സിദ്ദിഖ് സേട്ടുവിന്റെ കൊച്ചുമകൾ ട്രിബ്യൂണലിൽ മൊഴി നൽകി. അത് വഖഫ് ബോർഡിനും അനുകൂലികൾക്കും കോൺഗ്രസിനുമെല്ലാം കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. മുമ്പ് ആവർത്തിച്ചതുപോലെ തന്നെ മുനമ്പത്തെ ഭൂമി വഖഫിൻ്റെതല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഫറൂഖ് കോളേജും ട്രിബ്യൂണലിൽ മൊഴി നൽകി. കേസിൽ കക്ഷി ചേർന്ന് മുനമ്പം സമരസമിതിയാകട്ടെ ഫറൂഖ് കോളേജ് വിദ്യാഭ്യാസ സ്ഥാപനമാണ് എന്നും അല്ലാതെ ജീവകാരുണ്യ സ്ഥാപനമല്ല എന്നും അതുകൊണ്ട് ഈ ഭൂമിദാനത്തെ വഖഫായി അംഗീകരിക്കാൻ ആകില്ല എന്നുമുള്ള വാദമുഖങ്ങളും ഉയർത്തുകയുണ്ടായി. ട്രിബ്യൂണലിലെ 2ാം ദിവസത്തെ വാദത്തിനിടയിൽ മുനമ്പം കേസുമായി ബന്ധപ്പെട്ട രേഖകൾ പറവൂർ കോടതിയിൽ നിന്ന് വിളിച്ചു വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വഖഫ് ബോർഡ് ഉന്നയിച്ച ആവശ്യത്തെയും ട്രിബ്യൂണൽ തള്ളിക്കളയുകയായിരുന്നു. ജസ്റ്റിസ് രാജൻ തട്ടിൽ അധ്യക്ഷനായ ട്രിബ്യൂണലാണ് വഖഫ് ബോർഡിന്റെ ആവശ്യത്തെ തള്ളിക്കളഞ്ഞത്. 1901 മുതലുള്ള രേഖകൾ ഹാജരാക്കണമെന്ന് ആവശ്യമാണ് ബോർഡ് ഉന്നയിച്ചത്. ട്രിബ്യൂണലിന്റെ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് വഖഫ് ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. നിയമപരമായ ബില്ലിനെതിരെ ഇപ്പോൾ നടക്കുന്ന വാദപ്രതിവാദങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം ഒന്ന് മാത്രമാണ്: ക്രൈസ്തവരെ ഭയപ്പെടുത്തുക, ആശങ്കയിലാഴ്ത്തുക, തെറ്റിദ്ധരിപ്പിക്കുക, കൂടാതെ നോർത്ത് ഇന്ത്യയിലെ പ്രശ്നങ്ങളെ ഉയർത്തിക്കാട്ടി ക്രൈസ്തവ ഹൈന്ദവ ഭിന്നതയ്ക്ക് സ്പേസ് ഉണ്ടോ എന്ന് അന്വേഷിക്കുക. സൂക്ഷ്മമായി ചിന്തിച്ചാൽ നമുക്ക് വ്യക്തമാകുന്നത് മുനമ്പത്തെ പ്രശ്നം ഒരിക്കലും പരിഹരിക്കപ്പെടരുത് എന്നും അവിടെ സമരം ചെയ്യുന്ന 610 കുടുംബങ്ങൾ കുടിയിറക്കപ്പെടണമെന്നും ആഗ്രഹിച്ചിട്ട് അത് നടക്കാത്തതിലുള്ള ഇച്ഛാഭംഗം തന്നെയാണ് ഇവരെ കൊണ്ട് ഇത്തരത്തിൽ പറയിക്കുന്നത് എന്ന് തന്നെയാണ്. ബില്ലിന് മുൻകാല പ്രാബല്യം ഇല്ല എന്ന വാദം മുഖം ഉയർത്തി ചിലർ തുടരുന്ന വ്യാജ പ്രചാരണങ്ങളുടെ മുനയൊടിച്ച് കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തിക്കൊണ്ട് രംഗത്തെത്തിയ BJP കേരള പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മുനമ്പം ജനതയുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കൊടുക്കണമെന്നും ശക്തമായി തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഏതെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾക്കായി സൊസൈറ്റികൾക്കും ട്രസ്റ്റുകൾക്കും ഒക്കെ നൽകിയിട്ടുള്ള പ്രോപ്പർട്ടികൾ വഖഫ് ബോർഡിന് അവകാശപ്പെടാൻ കഴിയില്ല എന്ന് ഭേദഗതി നിയമത്തിന്റെ സെക്ഷൻ 2A വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം ഊന്നി പറഞ്ഞുകൊണ്ട് ഈ പോസ്റ്റിലൂടെ രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നതോടെ കാര്യങ്ങൾ എല്ലാവർക്കും വളരെ വ്യക്തമാവുകയായിരുന്നു. വഖഫ് പാരന്റ് ആക്ടിലെ 1995 സെക്ഷൻ 2 നോക്കാം. വഖഫ് ബോർഡിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള സ്ഥാപനങ്ങളുടേതാണ് ഈ സെഷനിൽ പരാമർശിക്കുന്നത്.
അങ്ങനെ ഒഴിവാക്കിയ ലിസ്റ്റിൽ ഇതുവരെ രാജസ്ഥാനിലെ അജ്മീർ ദുർഗ മാത്രമേ ഉൾപ്പെട്ടിരുന്നുള്ളൂ. മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ഷിയ മുസ്ലിമുകളായ ദാവൂദി ബോറ, അഖാഖാനി എന്നീ വിഭാഗങ്ങൾ അവരുടെ ട്രസ്റ്റുകളും സൊസൈറ്റികളും വഖഫ് ബോർഡിന്റെ നിയന്ത്രണത്തിൽ നിന്നും സ്വതന്ത്രമാക്കണമെന്ന് അപേക്ഷ നൽകിയിരുന്നു. തുടർന്ന് അവരുടെ ആവശ്യം പരിഗണിച്ചെങ്കിലും കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടായിരുന്നില്ല. എന്നാൽ പുതിയ ബില്ലിൽ ദാവൂദി ബോറകളുടെയും അഖാഖാനികളുടെയും വഖഫ് സ്വത്തുക്കൾ പരിപാലിക്കുന്ന സ്ഥാപനങ്ങളെ വഖഫ് ബോർഡിന്റെ അധികാര പരിധിയിൽ നിന്നും ഒഴിവാക്കുന്ന പുതിയ വ്യവസ്ഥ സെഷൻ 2 കീഴിൽ 2A ആയി കൂട്ടിച്ചേർക്കപ്പെട്ടു. അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതെങ്കിലും കോടതിയുടെ വിധിന്യായമോ ഉത്തരവോ ഉണ്ടെങ്കിലും ഈ നിയമം നിലവിൽ വരുന്നതിന് മുൻപോ ശേഷമോ ഒരു മുസ്ലിമിനാൽ വഖഫ് പോലുള്ള ഉദ്ദേശത്തിനായി സ്ഥാപിക്കപ്പെട്ട ട്രസ്റ്റ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ചട്ട വ്യവസ്ഥ പ്രകാരം നിയന്ത്രിക്കപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പൊതു ധർമ്മ സ്ഥാപനങ്ങൾക്കൊന്നും നിലവിൽ പ്രാബല്യത്തിലുള്ള വഖഫ് നിയമം ബാധകം ആയിരിക്കില്ല എന്നാണ്. അതായത് ബോറകളുടെയും അഖാഖാനികളുടെയും സ്ഥാപനങ്ങൾ വഖഫ് ബോർഡിൽ നിന്നും മുൻകാല പ്രാബല്യത്തോടെ സ്വതന്ത്രമാക്കപ്പെട്ടിരിക്കുകയാണ്. ഇതേ സെഷൻ 2A തന്നെയാണ് മുനമ്പംകാർക്കും ഗുണമായി മാറിയിരിക്കുന്നത്. അതനുസരിച്ച് ചട്ടപ്രകാരം പ്രവർത്തിക്കുന്നതും സെഷൻ 2A നിബന്ധനകളെല്ലാം പാലിക്കുന്നതുമായ ട്രസ്റ്റുകൾ, സൊസൈറ്റികൾ, പൊതുധർമ്മ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് പുതിയ നിയമമായ ഉമീദ് നിലവിൽ വരുന്നതിന് മുൻപും ശേഷവും സെഷൻ 2A വ്യവസ്ഥകൾ ബാധകമായിരിക്കും. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മുൻകാല പ്രാബല്യം ഉണ്ടായിരിക്കും. അതിനെതിരായി ഏത് തരത്തിലുള്ള കോടതിയുടെ ന്യായവിധിയോ ഡിക്രിയോ ഉത്തരവോ ഉണ്ടായാൽ പോലും 2A മുൻകാല പ്രാബല്യം നിലനിൽക്കുക തന്നെ ചെയ്യും എന്നാണ്. മുനമ്പത്തെ പാവങ്ങളെ കൊണ്ട് കുത്തുപാളയെടുപ്പിക്കണമെന്ന് മാത്രം ചിന്തിച്ച് ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്ന മതേതര പുണ്യവാളന്മാർ സെഷൻ 2A വ്യാഖ്യാനിച്ച് വഷളാക്കി ആശയക്കുഴപ്പം ഉണ്ടാക്കുകയാണ്. ദാവൂദി ബോറകളുടെയും അഖാഖാനികളുടെയും ഒപ്പം നമ്മുടെ മുനമ്പങ്കാരും അവരുടെ തലമുറകളും സ്വതന്ത്രമായിരിക്കുന്നു എന്നതാണ് പരമമായ സത്യം. അവിശ്വാസികളായ രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഇത് ദൈവത്തിന്റെ ശക്തമായ ഇടപെടലാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ശക്തമായി ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അതിന് പല കാരണങ്ങളാണുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് മുനമ്പത്തെ പ്രാർത്ഥനകൾക്ക് അനുകൂലമായി നിയമം നിർമ്മിക്കപ്പെട്ടു എന്നതാണ്. പിന്നെ ഇക്കാലം അത്രയും നമ്മുടെ വോട്ട് ബാങ്കി നമുക്കൊപ്പമാണ് എന്ന് നിരന്തരമായി വാചകമടിച്ചവരൊക്കെ യഥാർത്ഥത്തിൽ ആരായിരുന്നുവെന്നും അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരുന്നുവെന്നും വെളിപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ് ഈ നിയമത്തിലൂടെ. തങ്ങളെ ആശ്രയിക്കാതെ കേന്ദ്ര സർക്കാരിനെ ആശ്രയിച്ച് കാര്യങ്ങൾ തീർപ്പാക്കിയതിലുള്ള നിരാശയും ഇച്ഛാഭംഗവും നിമിത്തം ഇടതരും വലതരും കുറെ കാലത്തേക്ക് പരിഹാസങ്ങളും പരസ്പര ബന്ധമില്ലാത്ത ജൽപ്പനങ്ങളും തുടരും എന്നത് ഉറപ്പ് തന്നെയാണ്. ചമ്മല് മാറാൻ രാമചന്ദ്രൻ കമ്മീഷൻ എന്ന വെള്ളാനയെ കുറെ സമയം കൂടി തള്ളി അങ്ങനെ വിട്ടേക്കാം. പക്ഷേ പുതിയ നിയമം അനുസരിച്ചുള്ള ചട്ടങ്ങൾ ഇവർ പാലിച്ചേ തീരൂ. പുതിയ വഖഫ് ബോർഡിനെ പുതിയ നിയമം അനുസരിച്ച് തെരഞ്ഞെടുത്തേ പറ്റൂ. പുതിയ വഖഫ് നിയമത്തിനെതിരെയുള്ള ഹർജികളെല്ലാം ഈ 16-ന് സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെ 15-ന് മുനമ്പത്ത് കേന്ദ്ര സർക്കാരിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ബഹുജന സമ്മേളനം നടത്താൻ മുനമ്പങ്കാർ തയ്യാറായിരിക്കുകയാണ്. ലോകസഭയിൽ വഖഫ് ബില്ല് അവതരിപ്പിച്ച കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഈ സമ്മേളനത്തിൽ എത്തുമെന്നും ഉറപ്പായിരിക്കുകയാണ്. ബില്ല് സംബന്ധമായി ഒരു കൂട്ടർ പടച്ചുവിടുന്ന എല്ലാത്തരം അസംബന്ധങ്ങൾക്കുമുള്ള മറുപടി കിരൺ റിജിജു മുനമ്പത്ത് വെച്ച് നൽകുമെന്നും ഉറപ്പായിരിക്കുകയാണ്. ഏതായാലും മുനമ്പം തീരത്തേക്ക് ആശ്വാസത്തിന്റെയും പ്രതീക്ഷകളുടെയും ചിറ്റോളങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത. പുതിയതായി നിലവിൽ വന്ന വഖഫ് ബില്ല് വഖഫ് അധിനിവേശത്തിന്റെ ഇരകളായ ക്രൈസ്തവർക്കും ഹൈന്ദവർക്കും മാത്രമല്ല ഇസ്ലാം മതസ്ഥരായവർക്ക് കൂടി ആശ്വാസകരമായ ഒരു നിയമ മാറ്റം തന്നെയായിരുന്നു. എന്നാൽ ബില്ല് പാസാക്കാൻ മുൻകൈയെടുത്ത കേന്ദ്ര സർക്കാരിനെ പ്രതിസ്ഥാനത്തും ഇസ്ലാമിക സമൂഹത്തെ ഇരസ്ഥാനത്തും നിർത്തിക്കൊണ്ടുള്ള അതിശക്തമായ പ്രചാരണങ്ങളും പ്രതിഷേധങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ ദുഃഖകരമായ വസ്തുതയാണ്. കൂട്ടത്തിൽ ക്രൈസ്തവ സമൂഹത്തെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള മുദ്രാവാക്യങ്ങളും ഇത്തരം പ്രതിഷേധക്കാരുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അത് വളരെ ഒരു പരമാർത്ഥമായ വസ്തുതയാണ്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ അന്യായം ഫയൽ ചെയ്തിരിക്കുന്ന മുസ്ലിം ലീഗ് വിഷയത്തിൽ മിതവാദപരമായ നയങ്ങളാണ് കൈക്കൊണ്ടിരിക്കുന്നത് എങ്കിലും സോളിഡാരിറ്റി, SIO, SDPI അടക്കമുള്ള ഇസ്ലാമിക സംഘടനകളും പാർട്ടികളും അതിതീവ്രമായി തന്നെ ഈ വിഷയത്തെ ഏറ്റെടുത്ത് സമൂഹത്തിൽ കടുത്ത അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാനിടയുണ്ടെന്ന് ഉറപ്പിച്ചുകൊണ്ടായിരിക്കണം അവർ വഖഫ് ബില്ല് ഉയർത്തിക്കൊണ്ട്
അത് മുസ്ലിം സമൂഹത്തിന് എതിരാണെന്ന് നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം നീക്കങ്ങളുടെ അനന്തരഫലം എന്ന വണ്ണം കഴിഞ്ഞ ദിവസം കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിന് സമീപ പ്രദേശത്താണ് അങ്ങേയറ്റം ഭീകരമായ അന്തരീക്ഷങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സോളിഡാരിറ്റിയും SIOയും വഖഫ് പ്രതിഷേധമെന്ന പേരിൽ പ്രതിഷേധം നടത്തിയത്. രാജ്യത്തെ വിമാനത്താവളങ്ങളെല്ലാം അതിശക്തമായ സുരക്ഷാ സന്നാഹങ്ങൾ നിലനിർത്തേണ്ട തന്ത്രപ്രധാനമായ സ്ഥലങ്ങളാകയാൽ അവിടെ പ്രതിഷേധങ്ങളോ പൊതുപരിപാടികളോ ഒന്നും നടത്താൻ ആകില്ലെന്ന നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു പ്രസ്തുത പരിപാടി സംഘടിപ്പിക്കുന്ന സാഹചര്യമുണ്ടായത്. പോപ്പുലർ ഫ്രണ്ട് ശക്തമായിരുന്ന കാലത്തും ഇത്തരത്തിൽ പൊതുനിരത്തുകളും ടോൾ ബൂത്തുകളും ഒക്കെ കയ്യേറിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും പൊതുയോഗങ്ങളും അവർ നിരന്തരമായി നടത്തിയിരുന്നു. അവിടെ നോക്കുകുത്തികളായി നിന്ന് പോലീസ് നിവൃത്തികേടിന്റെ ഒടുവിലാണ് കണ്ണീർവാതക പ്രയോഗവുമായി രംഗത്തിറങ്ങിയത്. കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സമാധാനപരമായ അന്തരീക്ഷത്തെ തകർത്ത് വർഗീയമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി മുതലെടുപ്പുകൾ നടത്താനുള്ള തീവ്ര ചിന്താഗതിക്കാരായ ഇസ്ലാമിസ്റ്റുകളുടെ നീക്കങ്ങൾ തന്നെയായിരുന്നു കരിപ്പൂരിൽ നടന്നത് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. പ്രതിഷേധിക്കാൻ എത്തിയവരുടെ കയ്യിൽ ഇരുന്നത് ആഗോള തീവ്രവാദികളുടെ ചിത്രങ്ങളായിരുന്നു എന്നത് ആയതിനെ ഊട്ടിയുറപ്പിക്കുന്നതാണ്. ഈജിപ്തിൽ രൂപം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനമായ മുസ്ലിം ബ്രദർഹുഡ് സ്ഥാപകൻ ഇമാം ഹസനുൽ ബന്നയുടെയും പലസ്തീന്റെ മോചനത്തിന് വേണ്ടിയാണെന്ന ഭാവത്തിൽ ഗാസയിൽ ചോരക്കളികൾ തുടരുന്ന ഇതേ മുസ്ലിം ബ്രദർഹുഡിന്റെ കൊലയാളി സംഘടനയായ ഹമാസിന്റെ സ്ഥാപകനായ അഹമ്മദ് യാസിന്റെയും ഹമാസിലെ ഏറ്റവും ക്രൂരനായ ഭീകരവാദി നേതാവും ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ കയറി അവർ നടത്തിയ ക്രൂരമായ ആക്രമണങ്ങളുടെ മുഖ്യ സൂത്രധാരനുമായ യഹ്യ സിൻവാറിന്റെയും ഫോട്ടോ പതിച്ച പ്ലക്കാർഡുകളുമായിട്ടായിരുന്നു കരിപ്പൂർ പ്രതിഷേധത്തിന് ഇറങ്ങിയവരുടെ കൈകളിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യയിലെ നിയമനിർമ്മാണ സഭകൾ അംഗീകരിച്ച ഒരു നിയമത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. എന്നാൽ ലോകരാഷ്ട്രങ്ങളിലെല്ലാം ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കപ്പെടണമെന്ന തീവ്ര ചിന്തകൾ നിമിത്തം നിരന്തരമായി ചോരക്കളികൾ നടത്തി മനുഷ്യകുലത്തിന് തന്നെ ഭയവും ശാപവുമായി തീർന്ന ഈ ഭീകരവാദികളെ അവതരിപ്പിച്ചത് കേരളത്തിലെ വർത്തമാനകാല സ്ഥിതിഗതികൾ എത്രത്തോളം ഭീതിതമാണ് എന്നും നിയന്ത്രണാതീതമാണ് എന്നും ഉള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ്. ഹമാസ് ഇസ്രായേൽ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഹമാസ് നേതാവായ ഖാലിദ് മാഷൽ കേരളത്തിൽ പ്രസംഗിച്ചതും തൃത്താലയിൽ ഫെസ്റ്റിൽ സിൻവാർ, ഹനിയ, നസറുള്ള തുടങ്ങിയ ഭീകര നേതാക്കന്മാരുടെ ചിത്രങ്ങൾ ഉപയോഗിച്ച് എഴുന്നള്ളിപ്പ് നടത്തിയതിന്റെയും പിന്നാലെയാണ് വഖഫ് പ്രതിഷേധത്തിലേക്കും ഭീകരന്മാരെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് നിഗൂഢമായ അജണ്ടകൾ പുറത്തിറക്കിയിരിക്കുന്നത്. വഖഫ് പ്രതിഷേധങ്ങൾ വെറും ഒച്ചപ്പാടുകൾ മാത്രമാണ് എന്നും തീവ്രവാദ അജണ്ടകൾ സമൂഹത്തിലേക്ക് കടത്തിവിടാൻ കിട്ടുന്ന ഒരു അവസരമായി കണ്ടുകൊണ്ടാണ് ഇവർ ആളെ കൂട്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്നും ഇതിൽ നിന്നും പച്ചയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. വഖഫ് ഭേദഗതി നിയമം മുസ്ലിം സമുദായത്തിനെതിരെയുള്ള സംഘപരിവാറിന്റെ നീക്കമാണ് എന്നും അടുത്തതായി അവർ ലക്ഷ്യം വെക്കുന്നത് ക്രൈസ്തവരെ ആയിരിക്കും എന്നും അന്ന് ക്രൈസ്തവരെ രക്ഷിക്കാൻ തങ്ങൾ മാത്രമേ കാണുകയുള്ളൂ എന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇക്കൂട്ടർ പ്രകടനം നടത്തി ആഗോള ഭീകരവാദികളെ വെള്ളപൂശാൻ ശ്രമിക്കുന്നത്. ഒരർത്ഥത്തിൽ കോൺഗ്രസിന്റെയും CPMന്റെയും നയങ്ങളും അതുതന്നെയാണ്. രാഷ്ട്രീയ അടിമകളല്ലാതെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആർക്കും ഇവരെ പിന്തുണയ്ക്കാൻ കഴിയുകയില്ല എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ്. തലാക്ക് എന്ന് 3 തവണ പറഞ്ഞുകൊണ്ട് ഭാര്യയെ ഉപേക്ഷിക്കുന്ന ഇടപാട് മുത്തലാഖ് നിയമത്തിലൂടെ കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കിയപ്പോൾ അതിനെതിരെ ഇത്തരത്തിൽ ശക്തമായ പ്രചരണങ്ങൾ നടത്തുകയുണ്ടായി. എന്നാൽ ആ നിയമം ഒരു മുസ്ലിമിനും ദോഷമായില്ല എന്ന് മാത്രമല്ല, കാലങ്ങളായി സങ്കടപ്പെട്ട് കഴിഞ്ഞ മുസ്ലിം സഹോദരിമാർ സന്തോഷത്തോടെ മോദിക്ക് നന്ദി പറയുകയും ചെയ്തു. അതുപോലെ കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുന്ന ആർട്ടിക്കിൾ 370 ഭേദഗതി ചെയ്തപ്പോഴും ഇതേ ഇസ്ലാമിക ഇരവാദത്തിന്റെ എക്കോസിസ്റ്റം ഇറക്കുകയുണ്ടായി. എന്നാൽ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതോടെ കാശ്മീർ ശാന്തമാവുകയും റാഡിക്കലൈസ് ചെയ്യപ്പെട്ട പല ചെറുപ്പക്കാരും ആപ്പിൾ തോട്ടങ്ങളിൽ പണിക്ക് പോയി സകുടുംബം കുടുംബത്തെ നോക്കി ജീവിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോഴും ഇതേപോലെ മുസ്ലിമിനെ നാട് കടത്താൻ ഒരുങ്ങുന്നു എന്ന പേടിപ്പെടുത്തലുമായി ഇവർ കളത്തിലിറങ്ങി. അവിടെയും ഒന്നും സംഭവിച്ചില്ല. ഒരു ഇസ്ലാമിനും രാജ്യം വിട്ടു പോകേണ്ടി വന്നില്ല. അതേ തരത്തിലുള്ള കുളം കലക്കലുമായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും പിന്നെ ഇസ്ലാമിക സംഘടനകളും രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. രാജ്യത്തിന്റെ ഓരോ ഭാഗത്തും പിടിച്ചെടുത്തുകൊണ്ട് വലിയ അട്ടിമറികൾക്ക് കളമൊരുക്കിയ കിരാതമായ നിയമത്തിന്റെ ചിറക്
വെട്ടിക്കൊണ്ട് അത്തരം നീക്കങ്ങൾക്ക് തടയിട്ടത് പലർക്കും അങ്ങ് സഹിക്കാൻ കഴിയുന്നില്ല. അതിന്റെ പ്രതിഫലനം തന്നെയാണ് ഇപ്പോൾ തീവ്രവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ബില്ല് സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി തയ്യാറാകില്ലെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അങ്ങനെ ഇരിക്കുന്നയിടത്തോളം നമ്മുടെ രാജ്യം ഭീകരമായ ഒരു നീരാളിപ്പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ന്യൂസ് സ്കാൻ സമാപിക്കുന്നു. ഇനി അടുത്തയാഴ്ച